ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് എനിക്ക് എൻ്റെ ചേച്ചി, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, ആ ചേച്ചി ഡൽഹിയിലാണ്. അപ്പോൾ ചേച്ചി എനിക്ക് അയച്ചു തന്നൊരു കൊറിയർ, ചേച്ചി എനിക്ക് അയച്ചു തന്നൊരു ഗിഫ്റ്റാട്ടോ. അപ്പോൾ ഇത് അഡ്രസ്സ് കണ്ടോ, ഷാൻ വിളയിലഴികം, ഗിഫ്റ്റ് ഫോർ നവീന മറിയം, കുമ്പളം PO, മുളവന, കൊല്ലം, കേരള. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ഞാൻ ഇത് നോക്കണ്ട, ഞാൻ ആക്രാന്തം കയറിയപ്പം ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചു ഗൈസ്. എനിക്ക് അത്രയ്ക്കൊന്നും ആക്രാന്തം കയറിയെന്ന്. നമുക്കപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഈ ബോക്സിൽ എന്താണ് നിങ്ങൾക്കറിയോ? അടിപൊളി സാധനം ഗൈസ്. ഞാൻ ആഗ്രഹിച്ചു വെച്ച സാധനം കേട്ടോ. ഒരു ജേണൽ സെറ്റ്, ഒരു താങ്ക് യു കാർഡ് ഉണ്ട് കണ്ടോ ഗൈസ്. കണ്ടോ ആ താങ്ക് യു കാർഡിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കൂടി ഇത് നോക്കുക ഗൈസ്, നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. ഇത് കണ്ടോ ഗൈസ്, ഇത് നേരിട്ട് ഓണം ഭയങ്കര രസമാണ് ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ജേണൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ജേണൽ സെറ്റ് മേടിച്ച്, ഉണ്ടാക്കാൻ വയ്യാത്തവരാണെങ്കിൽ ഒരു ജേണൽ സെറ്റ് മേടിച്ച് തുടങ്ങുന്നത് ഭയങ്കര ലാഭമായിരിക്കും ഗൈസ്. ഈ ആമസോണിലും മീഷോയിലും ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്ട്സ് വെറും 100 സംതിങ് രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് ഈ വില കൊടുത്തേക്കുന്നത് 260 രൂപയാണ്. ഇവിടെ ഡെലിവറി ആയപ്പം 274 രൂപയാണ് കൊടുത്തേക്കുന്നത്. ഇതിന് 260 രൂപ, 274 രൂപയുടെ. അപ്പം ഗൈസ് കണ്ടോ, പൊളി സാധനം. ഇനി ഇത് പാക്കിങ് കണ്ടിട്ട് പൊട്ടിക്കാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്കും അടിപൊളി സാധനമാണ് ഗൈസ്. പക്ഷേ എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല, പക്ഷെ പൊട്ടിക്കാതിരിക്കാൻ പറ്റൂല ഗൈസ് എനിക്ക്. ഗൈസ് ഇത്രയോ അടിപൊളി സാധനം എന്നുവെച്ചാൽ ഞാൻ ഇത് വെറുതെ ഇട്ടങ്ങ് പറയില്ല, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു വിൻറ്റേജ് ഗ്രീൻ അടിപൊളി സാധനമാണിത്. നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഇതേപോലെ സപ്ലൈസൊക്കെ ഉണ്ടാക്കി ജേണൽ ചെയ്യാൻ മടിയായവരും ആഗ്രഹം ജേണൽ ചെയ്യാനുള്ളവരും ഇതേപോലെ മേടിച്ച് ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല ഗൈസ്. പാക്കിങ് അടിപൊളിയാണ്. നമുക്ക് പൊട്ടിക്കാതെ തന്നെ ഈ സൈഡിൽ കൂടെ ഇളക്കിയെടുക്കാൻ നോക്കാം. ഇത് കണ്ടോ ഗൈസ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കപ്പം ഇളക്കാതെ തന്നെ ഇവിടെ പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. കത്രിക വെച്ചല്ലാതെ തന്നെ ഇളക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അതേപോലെ അങ്ങ് വെക്കാൻ പറ്റൂല ഗൈസ്. കത്രിക വെച്ച് പൊട്ടിച്ചേ പറ്റത്തുള്ളെന്ന്. നമുക്കപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഞാൻ ഒന്ന് മുറിച്ചു. ഇനി അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് കണ്ടോ ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതാകുമ്പം വീണ്ടും ഇതിനകത്തോട്ടങ്ങ് കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ ഇളക്കി ഗൈസ്. എനിക്ക് ഞാൻ ആദ്യം കേട്ടോ ഒരു ജേണൽ സെറ്റ് ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ എടുക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇളകുന്നില്ല ഗൈസ്. ഇത്തിരി പാടാണ്. ഈ ടൈപ്പ് പേപ്പർ ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇത്തിരി കട്ടിയായിട്ടിരിക്കുക. നമ്മൾ പക്ഷെ അത് ചീത്തയാക്കാതെ ഇളക്കാൻ ഇളക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്യാമറയൊക്കെ തട്ടിപ്പോകും. നമ്മൾ ഇളക്കിയിരിക്കുന്നു ഗൈസ്, കണ്ടോ, നമ്മൾ ഇളക്കി. ഇനി ഇത് നമുക്ക് എടുക്കാം ഗൈസ്. എനിക്ക് വയ്യ, ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നേ. അതും അടിപൊളി, നേരിട്ട് കാണാൻ സെറ്റാണ് അടിപൊളി. അയ്യോ, ഞാൻ അവിടെ കീറി ഗൈസ്, ഞാൻ കീറി. നമുക്കിതിങ്ങനെ ഊരിയെടുക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ വെട്ടിക്കൂട്ടി ജനലാക്കാം. നമുക്ക് എൻ്റെ മുകളിലുള്ള ഇങ്ങനത്തെ ഈ കവറിങ്
ഊരി മാറ്റാം. ഓയ്യോ അടിപൊളിയാണ് ഗൈസ്. എൻ്റെ ബുക്ക് ഭയങ്കര വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ ബുക്കിന്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ഈസ് പ്രൊഡക്റ്റീവ്. ഓ ഇതിൻ്റെ ഈ ഡിസൈനൊക്കെ അടിപൊളിയാണ് ശരിക്കും കാണാൻ. മഷ്റൂം നോട്ട്ബുക്ക്. എൻ്റെ അമ്മ ഇത് നമുക്കിതാ ഇതിങ്ങനെ ഇളക്കിയെടുക്കാനും പറ്റും, ഇങ്ങനെ എടുക്കാനും പറ്റും. അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇത് കവർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നതാണ്. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ അതിൻ്റെ പേജസ് സോ സ്മൂത്ത് ആൻഡ് അടിപൊളിയാണ് ഗൈസ്. ആ പുതിയ പേജിൻ്റെ ഒരു പ്രത്യേക മണം അത് പറഞ്ഞാൽ അമ്മാ. ഈ ബുക്ക് അടിപൊളിയാണ് ഗൈസ്. നമുക്ക് അടുത്ത സംഭവങ്ങൾ നോക്കാം. അടുത്ത ഇത് സ്റ്റിക്കറാണ്. ഓ ഈ സാധനം ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്യാൻ നിന്നേ. താങ്ക് യു ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പൊളിയാണ്. ഓ ഇതൊക്കെ ഞാൻ ഇനി പറഞ്ഞാക്കുന്നില്ല ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. വീണ്ടും അതേപോലത്തെ സ്റ്റാമ്പ് കണ്ടോ ഗൈസ്, സ്റ്റാമ്പ്. പിന്നെ 2 വാഷി ടേപ്പ് ഉണ്ട്. ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ലല്ലേ. ക്യാമറ ക്ലിയർ ആവുന്നില്ല. വാഷി ടൈപ്സ് കുഴപ്പമില്ല, കൊള്ളാം. വാഷി ടൈപ്സ് അത്രയ്ക്കും കുഴപ്പമില്ല. വീണ്ടും കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. ഇത് ഈ ഗ്രീനി വിൻറ്റേജ് തീമായിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കണ്ടോ ഈ സാധനമൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നിന്നെ. ഭയങ്കര സന്തോഷമായി എനിക്ക്. താങ്ക് യു സോ മച്ച്. വീണ്ടും കുറേ ഇതൊക്കെ സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല ഗൈസ്. ഓ ഈ സാധനം ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ട്. ഈ സാധനം പിൻട്രസ്റ്റിലുണ്ട്, ഇതും ഉണ്ട് പിൻട്രസ്റ്റിൽ. ഇതൊക്കെ പിൻട്രസ്റ്റിലുള്ള പിൻട്രസ്റ്റിലുള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് അതേപോലത്തെ തന്നെ വീണ്ടും ഒരെണ്ണം. ഇതെല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് പിൻട്രസ്റ്റ് ഞാൻ ജേർണലും ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം എടുത്ത് നോക്കാം ഗൈസ്. കണ്ടോ നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിനകത്ത് കുറേ കട്ടിങ്സ് ആണ്, നമുക്കതൊക്കെ നോക്കാം. ഓ സെറ്റ് പൊളിയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഈ ക്യാമറ കാണലിലോട്ട് നേരിട്ട് ഓണാൻ അടിപൊളിയാണ് ഗൈസ്. ഇതൊക്കെ വെച്ച് എനിക്കിതൊന്നും വെച്ച് ജേർണൽ ചെയ്യാൻ തോന്നുന്നില്ല. ഇതങ്ങനെ കൂട്ടി വെക്കാൻ തോന്നുക കാണുമ്പം. കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഡിസൈൻസും കുറേ കോഡ്സും എല്ലാം അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഈ വര കാണുന്നിടത്തൊന്ന് കട്ട് ചെയ്ത് ഇളക്കിയെടുക്കാം ഫ്രെയിമായിട്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത് പറയാൻ വാക്കുകളില്ല ഗൈസ്. അതൊക്കെ കണ്ടോ. സോളാർ സിസ്റ്റം.
ഇതൊക്കെ ഫ്രെയിമായിട്ട് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് എന്ത് സന്തോഷം എന്നറിയൂ, ഫ്രീ ആയിട്ട് ജനറൽ സെറ്റ് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അങ്ങനെ കുറേ സാധനമുണ്ട് ഗൈസ്. ഇത് ഇളകിയിരിക്കുവാണോ? അല്ലല്ലോ, അത്രേ ഉള്ളൂ. ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ഈസ് പ്രൊഡക്റ്റീവ്. ഈ സാധനമാണ് നമ്മുടെ ബുക്കിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഇത് ഇത്രയാണ് ഈ കവറിലുള്ളത്. നമുക്കത് എത്രയും മാറ്റി വെക്കാം. ഇനി അടുത്ത ഇങ്ങനെയൊരു സംഭവമാണ് ഈ ലിസ്റ്റൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ള. അപ്പോൾ നമുക്കത് നോക്കാം. ഇങ്ങനെ ഈ നോട്ട്സ് ഇതിങ്ങനെ എഴുതി ചെയ്യാനുള്ള കുറേ ഉണ്ട് ഗൈസ്. കണ്ടോ, നല്ല രസമൊക്കെ കാണാൻ. ഗ്രീൻ ലീഫ് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ ലിസ്റ്റ് എന്നും പറഞ്ഞ് ഇതേപോലെ കുറേ ഉണ്ട്. ഇത് സത്യത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 എണ്ണമെങ്കിലും കാണണം. പിന്നെ ഈ നൈസ് എന്നും പറഞ്ഞ് നൈസ് ഡേ അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. ഇത്ര ഇങ്ങനെയുള്ളത്. പിന്നെ അതുകൊണ്ട് വീണ്ടും കുറേ സ്റ്റാമ്പുകളുണ്ട്. ഇത് സ്റ്റാമ്പാണ് ഗൈസ്. നല്ല വിൻറ്റേജ് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ. ഇത് കണ്ടോ, ഈ ലാസ്റ്റത്തെ നല്ല രസമില്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലാസ്റ്റത്തെ നമുക്കതിന് മാറ്റി വെക്കാം. പിന്നെ ദാണ്ടെ അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഒരു കവറായിരുന്നു ഗൈസ്. ഇതൊക്കെ വെച്ച് എങ്ങനെ സത്യത്തിൽ യൂസ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതങ്ങനെ വേറൊരു കവർ. ഈ കവറൊക്കെ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അതാണ്ട് വേറൊരു പേപ്പർ. കുറേ സാധനമുണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് വളരെ ഉപയോഗപ്രദമെന്നല്ല, ആ റേറ്റിനനുസരിച്ച് ഇത് വളരെ വൃത്തമാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ അധികം സാധനങ്ങളുണ്ട്. ഡ്രീം ഓഫ് മീ. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെയൊക്കെ പിങ്ക് സെറ്റ് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ എനിക്കത് കണ്ടിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഇത്രയും ചെറിയ ബുക്ക്, ഇത്രയും സാധനങ്ങൾ, എനിക്ക് ഏറ്റവും മടി ഇതൊക്കെ ഓർഡർ ചെയ്യാൻ. എനിക്ക് ഇത്രയും സാധനങ്ങൾ ഇതെന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അതെനിക്ക് ഓർഡർ ചെയ്യാൻ വലിയ മടി വന്നിട്ട്, ഇതൊക്കെ പിൻട്രസ്റ്റിലുള്ളതാണ്. എനിക്ക് മടി വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. എനിക്ക് അവൾ കൊണ്ടുവന്നപ്പോഴും വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഇപ്പം കൊണ്ടുവന്ന ഈ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ല ഗൈസ്. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഐ നെവർ സോ യു കമ്മിങ് ആൻഡ് ഐ വിൽ നെവർ ബി ദ സെയിം. ഈ ജേണൽ സെറ്റ് ഇതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇതിനെങ്ങനെയാണ് ഈ സാധനങ്ങളുടെയൊക്കെ പേരും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു തരണേ. ഈ പേപ്പറൊക്കെ ഇതെങ്ങനെ യൂസ് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ how to use this and what is the name of this, what was the name of these papers and how to use this, please comment guys. ഇങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഫൈനലി ഈ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. ഈ പെട്ട് എന്ത് രസമാണ്, എനിക്ക് പെട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, പെട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ്ട് ഇത്രയും സാധനങ്ങൾ കുറേ എൻ്റെ അടിയിലോട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ്, അൺബോക്സിങ് വീഡിയോസ്, ജേണലിങ് വീഡിയോസ്, ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ കൂടെ കൂടുക. ഓക്കെ, ബൈ ഗൈസ്.